വെബ്സൈറ്റ് ഗൂഗിൾ പേ വെച്ചിട്ടുണ്ട്. അത് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്ററിയാവുന്നോട്. എനിക്കറിയില്ല, എനിക്ക് ബുക്ക് കിട്ടാൻ പോലും അറിഞ്ഞുകൂടാ. ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. This call is now being recorded. ജയം പറഞ്ഞ എനിക്ക് മനസ്സിലായി. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോണ്ടറി ആൻഡ് ലിനൻ എവിടെ വരെയാണ് നിർത്തിവെച്ചത്? എവിടെ വരെ എടുത്തിരുന്നു? Processing soiled linen. അത് കംപ്ലീറ്റ് ചെയ്തു മാം. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ. പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനന്റെ ആ സൈക്കിൾ പറഞ്ഞോ? ഇല്ല, സൈക്കിൾ പറഞ്ഞിട്ടില്ല. സൈക്കിൾ പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, അവിടെ മുതൽ ആണ്. വോയിസ് കുറവാണ്. ടീച്ചറിന്റെ പേരെന്താ? നിഷ മാഡം എന്നാണോ? എന്റെ പേരാണോ അറിയാൻ ചോദിക്കുന്നത്? ആതിര. ആതിര മാഡത്തിന് മാർക്കറ്റിംഗിലെ ഡിസൈനിങ് ന്യൂ വേണം, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ന്യൂ ഹോസ്പിറ്റൽ അറിയാമോ പഠിപ്പിച്ചു തരാൻ? ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനല്ലേ വന്നിരിക്കുന്നേ. അടുത്ത ദിവസം നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പറഞ്ഞത് മനസ്സിലായി. അവസാനത്തെ രണ്ട് ടോപ്പിക്കാ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ന്യൂ ഹോസ്പിറ്റൽ, റീഡിസൈനിങ് ഓൾഡ് വൺ മാർക്കറ്റിംഗ് ചാപ്റ്റർ. ആ രണ്ട് അവസാനത്തെ രണ്ട് ടോപ്പിക്ക് മാർക്കറ്റിംഗ് ചാപ്റ്ററിൽ. അതാ എനിക്ക് മനസ്സിലാകാത്ത. അത് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് ഉണ്ട് മിസ്സിന് കേട്ടോ, വെള്ളിയാഴ്ച കേട്ടോ. നിഷ മാമിന്റെ ക്ലാസ് മിസ്സായിരിക്കും എടുക്കുക, കാരണം ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായത് മിസ്സായല്ലോ. അപ്പൊ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. പ്രിയ, ഓക്കെ, ഇന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഈ ചാപ്റ്ററിന്റെ പേരെന്താ? എത്രാമത്തെ ചാപ്റ്റർ? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാലോ അല്ലെ? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. അതിന് പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ അതിൽ കുറച്ച് സ്റ്റെപ്സ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു സൈക്കിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനനില് ഫസ്റ്റ് വരുന്നത് സോർട്ടിംഗ് പ്രോസസ് ആണ്. എന്താണ് സോർട്ടിംഗ്? എന്താണ് ഒരു സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാല്? എന്താണ് സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ? തരം തിരിക്കുന്നു. അതിനുശേഷം അത് ഇങ്ങോട്ട് വരികയാണ് സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് എന്ന് പറഞ്ഞാൽ ഏതാണ് ആ സ്റ്റെപ്പിൽ പറയുന്നത്? ഈ സോപ്പ് ചെയ്യുന്നു സ്റ്റെയിൻ ആയിട്ടുള്ള അല്ലെ? അതെ,
സ്റ്റെയിൻഡ് ആയിട്ടുള്ള എന്താണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ലിനൻസ് എന്ത് ചെയ്യും? നമ്മൾ ഒരു 30 മിനിറ്റ് എന്താണ് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ സോക്ക് ചെയ്തിരുന്നു അല്ലെങ്കിൽ മുക്കി വെക്കുന്നു അല്ലെ. അതിനുശേഷം നമ്മൾ ഡിറ്റർജന്റും വാട്ടറും ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതിനെയാണ് സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാ? വാഷിംഗ് അല്ലെ. അതിനുശേഷം തുണികൾ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാഷ് ചെയ്യും. ആ സമയത്ത് ഇൻഫെക്റ്റഡ് ലിനൻസ് ഒരിക്കലും ഇതിന്റെ കൂടെ മിക്സ് ചെയ്തല്ല നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാഷിംഗ് കഴിഞ്ഞ് വരുന്ന എന്താ? എക്സ്ട്രാക്ടിങ് അല്ലെ. അതിലുള്ള വെള്ളമൊക്കെ മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം കണ്ടീഷനിങ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡ്രൈ ചെയ്ത് അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അയൺ ചെയ്യുന്നു. ദെൻ പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. കൃത്യമായിട്ട് ചുളിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെതായ അയൺ മെഷീൻ അല്ലെങ്കിൽ പ്രസ് മെഷീൻസ് ഉണ്ടാവും. അതിലൊക്കെ ഉപയോഗിച്ച് അതിലെ ചുളിവുകളും കാര്യങ്ങളും ഒക്കെ നിവർത്തി നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നു? നല്ല വൃത്തിയായിട്ടുള്ള തുണിത്തരങ്ങൾ ഫോൾഡ് ചെയ്ത് അല്ലെങ്കിൽ മടക്കി വെക്കുന്നത് വരെയുള്ള പ്രോസസ്സാണ് പ്രോസസ്സിംഗ് ഓഫ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് ഫോൾഡ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന തുണികൾ നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈ ആയിട്ടുള്ള അല്ലെ, ഉണങ്ങിയ ഈർപ്പമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള റാക്കുകളിൽ അല്ലെങ്കിൽ ഷെൽഫുകളിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കുകയും നല്ലൊരു വൃത്തിയുള്ള ട്രോളികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതാത് ആവശ്യപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് കൊടുക്കും? വിതരണം ചെയ്യുന്നു. എന്താണ് ചാപ്റ്റർ നമ്പർ എത്രയാണ്? നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ എത്രയാണ് കിടക്കുന്നത്? 19 അല്ലേ കിടക്കുന്നത്? ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് കേട്ടോ. സ്ലൂയിസിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴുകുക. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് commonly used equipment in a typical laundry. ഒരു ടിപ്പിക്കൽ ലോണ്ട്രി സർവീസ് അല്ലെങ്കിൽ ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റില് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഹാൻഡ് അയൺസ് ഉണ്ടാവും, ഡ്രയർ അല്ലെ, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ട്രോളി, എയർ കംപ്രസർ. എന്തിനു വേണ്ടി എയർ കംപ്രസർ? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഇപ്പൊ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി അത് ഡ്രൈ ചെയ്യാനും അതുപോലെ പ്രസ് ചെയ്തിട്ട് അതിലുള്ള വാട്ടർ അതുപോലെ ഡേർട്ടോ മറ്റ് സ്റ്റെയിൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ എയർ കംപ്രസർ ഉപയോഗിക്കുന്നത്. അതുപോലെ സീവിംഗ് മെഷീൻ, തയ്യൽ മെഷീനുകൾ ഉണ്ടാവും. എക്സെട്ര ആർ സം ഓഫ് ദ commonly used equipment in the laundry. ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു ലോണ്ട്രി ചെയ്യുന്ന ഒരു കേന്ദ്രത്തിൽ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ഉപകരണങ്ങളാണ് ഈ പറയുന്നത്. അതിൽ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, ഹാൻഡ് അയൺസ്, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളികള്, എയർ കംപ്രസർ, സ്യൂയിങ് മെഷീൻസ് മുതലായവയാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിട്ട് പറയുന്നത്. Then next നോക്കി, soiled or contaminated laundry handling is very vital for the safe and well-being of patients. എന്നാക്കട്ടെ അവിടെ patients and staff എന്നാണ്. Handling is very vital for safety and well-being of patients and staff. അപ്പൊ നമ്മുടെ ആ ഒരു സോയിൽഡ് കണ്ടാമിനേറ്റഡ് ലോണ്ട്രി അല്ലെ, സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഓഷൻ ടൈമിനുള്ള യൂസ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ അല്ലെ, അവർക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സുരക്ഷിതമായും അതുപോലെ ഇപ്പൊ അവിടെ പേഷ്യൻസും ആണെങ്കിലും അവിടെ സ്റ്റാഫുകളുടെയും വെൽബീങ് ക്ഷേമവും സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സോയിൽഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഈ മലിനമായ തുണിത്തരങ്ങള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ. നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പേഷ്യൻസിനും അത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്കും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള മലിനമായിട്ടുള്ളതോ അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത്
എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പ്രോസസ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. Then linen that come in contact with workers or individual can become contaminated with injurious microorganisms and body fluids. ഇനി നമ്മുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ യൂസ് ചെയ്യുന്ന പേഷ്യൻസ് യൂസ് ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസുമായിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ആ തുണിത്തരങ്ങൾ എങ്ങനെയായി ഇൻഫെക്റ്റഡ് ആയി അല്ലെ, കണ്ടാമിനേഷൻ നടക്കുകയാണ് അവിടെ, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മലിനമായി മാറുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്കും ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അവരുടെ ബോഡിയിലേക്ക് പ്രവേശിക്കാനും അതുവഴി പല ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE അല്ലെ, നമ്മൾ പഠിച്ച കാര്യമാണ്. പല ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഈ ഒരു വേർഡ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ചോദിക്കാം കേട്ടോ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. That must be worn when infection is handled. ഈ ഇൻഫെക്ഷൻസിനെ നല്ല രീതിയിൽ അവരുടെ ജീവനക്കാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ അവരെന്ത് ധരിക്കണം എന്നാ പറയുന്നത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആണ്, അവരുടെ വ്യക്തികളെ ഓരോരുത്തരുടെയും അവരുടെ ബോഡിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. And all infected linen must be washed separately to other items. ഇനി എല്ലാ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളും നമ്മൾ എപ്പോഴും മറ്റുള്ളവയുടെ കൂടെ മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാഷ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്തൊക്കെയാ? സോയിൽഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ മലിനമായിട്ടുള്ള ഇങ്ങനെ ഉപയോഗിച്ച തുണിത്തരങ്ങള് എപ്പോഴും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവരുടെ ഉപയോഗിക്കുന്ന പേഷ്യൻസിനും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും വളരെ ദോഷകരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതുമായി കണ്ടാമിനേറ്റഡ് ആയി വരുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തേ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഏതൊക്കെ വരും? ഏതൊക്കെ വരുന്നത്? നിങ്ങൾ എല്ലാ മിക്ക ചാപ്റ്റേഴ്സിലും പഠിക്കുന്ന കാര്യം അല്ലെ. ഒരാളൊന്ന് പറഞ്ഞു കൊടുത്തേ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്താന്ന്? ഗ്ലൗസ് വരും. പിന്നെ എന്തൊക്കെ വരും? അത് മാത്രമേ വരുന്നുള്ളൂ. മാസ്ക് അല്ലെ, മാസ്ക്. ദെൻ ഏതൊക്കെയാ? ഗൗണ്. ദെൻ വേറെ എന്തൊക്കെ വരും? ഷൂസ്. ദെൻ ചില ഇതാണെങ്കിൽ ഹെൽമെറ്റ് അല്ലെ. അതുപോലെ അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം എന്തിൽ വരുന്നതാണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളിൽ വരുന്നതാണ്. അവര് ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട് അവർ ഗ്ലൗസ് ധരിക്കുന്നുണ്ട്, ഗൗണുകൾ ധരിക്കുന്നുണ്ട്, മാസ്കുകൾ ധരിക്കുന്നുണ്ട് അല്ലെ. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളിൽ വരുന്നതാണ്. ക്ലിയർ ആയോ റിയ? ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ജസ്റ്റ് ഓവറോൾ ആയിട്ടൊരു ഇത് പറയുന്നുള്ളൂ കേട്ടോ. Okay, next നോക്കി. What are the different types of laundry collected? ഇനി ഏതൊക്കെ ടൈപ്പ് ലോണ്ട്രീസ് ആണ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തുണിത്തരങ്ങൾ? അതായത് യൂസ്ഡ് ആയിട്ടുള്ള ഉപയോഗിച്ച തുണിത്തരങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നില്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അവിടെ ഉപയോഗിച്ചതായിട്ടുള്ള ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോ അതിനെ ഏതൊക്കെ ടൈപ്പ് ആയിട്ടാണ് തിരിക്കുന്നത്? നോക്കി, ഏതൊക്കെയാ? യൂസ്ഡ് ലിനൻ. അപ്പൊ നമ്മൾ ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു. ഹോസ്പിറ്റലിലുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ വരുന്നത്? അതില് ക്ലാസിഫിക്കേഷൻസില് ഏതൊക്കെ വരുന്നുണ്ട്? പഠിച്ചതല്ലേ? ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, ദെൻ എന്താണ് ആരും ഓർക്കുന്നില്ലേ? വാർഡ് ലിനൻ, ദെൻ അടുത്തത് തിയേറ്റർ ലിനൻ അല്ലെ. ഈ 4 ടൈപ്പ് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ പ്രൊസീജിയർ റൂം അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള ലിനൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ലിനൻസ് ഒക്കെ നമ്മൾ അത് എന്താണ്? ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? നമ്മൾ യൂസ്ഡ് ആയിട്ട് ഉപയോഗിച്ച് കൊണ്ടുവരുന്ന തുണിത്തരങ്ങൾ, നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തുണിത്തരങ്ങളെ നമ്മൾ വാഷ് ചെയ്യുന്നതിന് വേണ്ടി
പല പല എന്താ ടൈപ്പായിട്ട് തിരിക്കുന്നു കേട്ടോ. അത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. നോക്കിയേ ഏതൊക്കെയാണ് ആ 4 പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. യൂസ്ഡ് ലിനൻ ഏതാണ്? യൂസ്ഡ് ലിനൻ ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ചേഞ്ച്ഡ്. ഇനി എന്താ ഒരു യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്? ഏത് ഒരു ടൈപ്പ് ഓഫ്, അതായത് അത് ഉപയോഗിച്ച പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ഒക്കെ ബന്ധപ്പെട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു വിസിബിളി അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് അതിൽ യാതൊരുവിധ കണ്ടാമിനേഷൻസോ അല്ലെങ്കിൽ കറകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ കാണാനായിട്ട് സാധിക്കില്ല. അതാണ് യൂസ്ഡ് ലിനൻ. വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. യൂസ്ഡ് ലിനൻ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചതാണെങ്കിൽ പോലും അത് യൂസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഉറപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും പ്രത്യക്ഷത്തിൽ യാതൊരുവിധ കറകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും അതിൽ കാണുന്നില്ല. അതാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് യൂസ്ഡ് ലിനൻ? മനസ്സിലായോ? ഓക്കെ. Soiled linen. Next വരുന്നതാണ് soiled linen. എന്ന് വെച്ചാൽ എന്താ? This type of linen has been contaminated or tainted as they come in contact with the blood, body fluids, secretions or excretions or other items. ഇനി soiled linen എന്ന് പറയുമ്പോൾ ഈ type of linen എന്ന് പറയുന്നത് contaminated ആവുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ മലിനമാവുന്നത് എന്ത് മൂലമാണ്? എന്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഇത് മലിനമാവുന്നത്? വിത്ത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ മറ്റു ബോഡിയിൽ നിന്ന് വരുന്ന സെക്രീഷൻസ്, മ്യൂക്കസ്, സലൈവ മുതലായിട്ടുള്ളവയിൽ നിന്നോ, അല്ലെങ്കിൽ എക്സ്ക്രീഷൻസ്, ഫീസസ്, യൂറിൻ മുതലായിട്ടുള്ളവയിൽ നിന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റംസ് വഴിയോ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ മലിനമാവുന്ന തുണിത്തരങ്ങളെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് യൂസ് ചെയ്തിട്ടുണ്ട്, പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് യാതൊരുവിധ കണ്ടാമിനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മലിനമായിട്ട് തോന്നുന്നില്ല. സോയിൽഡ് ലിനൻ ആകുമ്പോൾ ഇത് എന്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് സോയിൽഡ് ആയി മാറുന്നത്? എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ, ബ്ലഡോ, ബോഡി ഫ്ലൂയിഡ്സോ, ബോഡിയുടെ സെക്രീഷൻസോ, എക്സ്ക്രീഷൻസോ മുതലായിട്ടുള്ളവയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ മലിനമാവുന്ന തുണിത്തരങ്ങളെയാണ് നമ്മൾ സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. ആ രണ്ടെണ്ണം ക്ലിയർ ആണോ? യൂസ്ഡ് ലിനനും സോയിൽഡ് ലിനനും. ഓക്കെ. ആണ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇനി this type of linen can be used or soiled linen but from a patient with a known or suspected infection. ഇനി എന്താ ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തി അല്ലെ, അതായത് the linen used or soiled linen but from a patient with a known, അതായത് ഒരു വ്യക്തിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാം അല്ലെ, അങ്ങനെയുള്ള വ്യക്തികൾ യൂസ് ചെയ്തതാവാം. ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംശയിക്കുന്നതായിട്ടുള്ള അണുബാധ. എന്താണ്? അവരുമായിട്ട് ചിലപ്പോ ഇപ്പൊ കോവിഡ് വന്ന സമയത്തൊക്കെ ഓൾറെഡി ചില ആളുകൾക്ക് അത് സ്ഥിരീകരിച്ചിരുന്നു അല്ലെ, എന്നാൽ ചില ആളുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഐസൊലേഷൻ ചെയ്ത് വെക്കാറില്ലേ? എന്തുകൊണ്ടായിരുന്നു? അവരുമായിട്ട് ആ കോവിഡ് ഉള്ള വ്യക്തികളുമായിട്ട് സമ്പർക്കത്തിൽ വന്നവർക്ക് അല്ലെ, അവർക്ക് വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് നിർത്താറില്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുമ്പോൾ ആ പേഷ്യൻസുമായി ഒന്നുകിൽ ആ പേഷ്യൻസ് അറിയാവുന്ന, അതായത് നമുക്കറിയാം ആ ഒരു വ്യക്തിക്ക് ഇന്നൊരു രോഗമുണ്ട്, ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു രോഗമുണ്ട് എന്ന് അറിയാവുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകള്, അതാണ് ആ ഒരു സമ്പർക്കം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു സംശയിക്കുന്ന ഒരു രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളോ ഉപയോഗിച്ചതായിട്ടുള്ള ലിനൻസിനെ അല്ലെങ്കിൽ തുണിത്തരങ്ങളെയാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻഫെക്റ്റഡ് ലിനൻ എന്താന്നുള്ളത്? ഓക്കെ. ദെൻ ഫോർത്ത് വൺ ആണ് തിയേറ്റർ ലിനൻ.
Then used in operation theatres or surgical procedure. നമുക്കറിയാം അല്ലെ, തിയേറ്ററുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിനൻസ് ഓപ്പറേഷൻ തിയേറ്ററിലാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയറുകളിൽ യൂസ് ചെയ്തിട്ടുള്ള ലിനൻസിനെയാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. അത് പേര് മാറിപ്പോവില്ല അല്ലെ. നിങ്ങൾക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസും സോയിൽഡ് ലിനൻസും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കേണ്ട. 4 പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. 4 പേരും നോക്കുക. അതിൽ എന്തൊക്കെ രീതിയിലുള്ള തുണിത്തരങ്ങളാണ് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആ 4 ടൈപ്പും ക്ലിയർ ആയോ? അടുത്ത ഭാഗത്തേക്ക് പോയിക്കോട്ടെ മിസ്. ഓക്കെ. Then should be safe from potentially infectious materials as well as for good hygienic practices. You should always use gloves when handling tainted or contaminated laundry and should remove to change to clean gloves before handling clean laundry. ഇനി എന്താ പറയുന്നത്? should be safe from potentially infectious material. വളരെ അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് രോഗം വരുത്തുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും സുരക്ഷിതമാവണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു ഗുഡ് ഹൈജീനിക് പ്രാക്ടീസ് അല്ലെ, നല്ലൊരു ശുചിത്വ സമ്പ്രദായം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഹൈജീൻ അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ഹൈജീനിലൂടെ മാത്രമേ നമുക്ക് ഈ ഇൻഫെക്ഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. യു ഷുഡ് ഓൾവേസ്, അവിടെയുള്ള ജീവനക്കാർ എപ്പോഴും എന്ത് ചെയ്യണം? അവരെപ്പോഴും ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായ തുണിത്തരങ്ങള് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. ആൻഡ് ഷുഡ് റിമൂവ് to change to clean gloves when before handling clean laundry. ഇനി അവർ മലിനമായിട്ടുള്ളത് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. അത് കൂടാതെ എന്ത് ചെയ്യണം? നല്ല ക്ലീൻ ആയിട്ടുള്ള ലോണ്ട്രിയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യം ഉപയോഗിച്ച ഗ്ലൗസുകളും കാര്യങ്ങളും റിമൂവ് ചെയ്ത് മാറ്റി ഹാൻഡ് നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? പുതിയതായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിച്ച് മാത്രമേ വൃത്തിയുള്ള ലോണ്ട്രി ലിനൻ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. And if a person has a contagious disease or is on contact precautions, contagious എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, ഇപ്പൊ അങ്ങനെ പകർച്ചവ്യാധികൾ അല്ലെ, അപ്പൊ അങ്ങനെ പകർച്ചവ്യാധികളാവാം അല്ലെങ്കിൽ സമ്പർക്ക മുൻകരുതലുള്ളവർ, അതാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ്. അവരുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് രോഗം വരാനായിട്ട് മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കും. രോഗം വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള മുൻകരുതൽ എടുക്കുന്ന ആളുകളാവാം. അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന തുണിത്തരങ്ങള് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കാരണം അത് ഇൻഫെക്ഷസ് ലിനൻസ് ആണ് അല്ലെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ആണ്. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാഷ് ചെയ്യണം. ദ വാഷിംഗ് മെഷീൻ മസ്റ്റ് ദെൻ ബി ഡിസ്ഇൻഫെക്റ്റഡ് ആഫ്റ്റർ വാഷിംഗ്. ഇനി എന്ത് ചെയ്യണം? ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാല് ആ വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം? അടുത്ത തുണികൾ ഇടുന്നതിന് മുൻപ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം, അത് അണുനശീകരണം നടത്തുകയും വേണം. രണ്ട് പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. എപ്പോഴും നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഇൻഫെക്ഷൻസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ നല്ലൊരു ഹൈജീനിക് പ്രാക്ടീസ് അല്ലെങ്കിൽ ശുചിത്വ സമ്പ്രദായം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടുത്തെ ജീവനക്കാർ എപ്പോഴും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായ തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ അതേ സെയിം ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോവാൻ പാടില്ല. അത് യൂസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യണം? ആ ഗ്ലൗസുകൾ മാറ്റി പകരം ഹാൻഡ്സ് ഒക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്തതിനു ശേഷം വൃത്തിയുള്ള ഗ്ലൗസ് ധരിച്ചു വേണം വൃത്തിയുള്ള ലോണ്ട്രി അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇനി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള അല്ലെ പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് മുൻകരുതൽ എടുക്കുന്ന ആളുകളോ ആയിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വരുന്ന എന്താണ് തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യണം. ഇനി ആ വാഷിംഗ് മെഷീൻ അതിനുശേഷം എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ അണുനശീകരണം നടത്തുകയും വേണം. ക്ലിയർ ആണോ? Okay. Then next വരുന്നത് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇനി ഈ ഇൻഫെക്റ്റഡ് ലിനൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്, ഒരുമിച്ചല്ല. സോയിൽഡ് ആയിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള ഒരുമിച്ചല്ല, കാരണം മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫെക്റ്റഡ് ലിനൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ലിനൻ ആഫ്റ്റർ യൂസ് ഷുഡ് ബി കളക്റ്റഡ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓർ വാർഡ് ആൻഡ് സെഗ്രിഗേറ്റഡ് ഇൻടു പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് ആൻഡ് നോട്ട് പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ്. ഇനി എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അല്ലെങ്കിൽ വാർഡുകളിൽ നിന്ന് ഓരോ ഇടങ്ങളിൽ നിന്നും ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞ് വേർതിരിക്കുന്നത്? പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് എന്ന് വെച്ചാൽ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളവ അല്ലെ. ആ ഒരു തുണിത്തരങ്ങളിൽ നിന്നും അണുബാധ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവ, അതുപോലെ നോൺ പൊട്ടൻഷ്യൽ ഇൻഫെക്റ്റ് അണുബാധ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തവയും എന്ന രീതിയിൽ രണ്ടായിട്ട് ഈ ഇൻഫെക്റ്റഡ് ലിനൻസിനെ നമ്മൾ തരംതിരിക്കുന്നു അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ആൻഡ് place tainted linen into a clearly labeled and leak-proof container, example bag, bucket in the patient care area. ഇനി നമ്മൾ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് തുണിത്തരങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ആ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയിൽ ഓപ്പൺ ആയിട്ടൊന്നും വെക്കാൻ പാടില്ല. മറിച്ച് എന്താണ് വേണ്ടത്, ഇങ്ങനെയുള്ള മുഷിഞ്ഞ യൂസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ലിനൻസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്ലിയർലി ലേബൽ ചെയ്തിരിക്കുന്ന ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, കണ്ടെയ്നറുകളിലോ ഇപ്പൊ ബാഗുകളാവാം, ബോക്സ് ആവാം, ബക്കറ്റ് ആവാം. ചിലപ്പോൾ ഒരു പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഒരു വാർഡിൽ അല്ലെങ്കിൽ റൂമിലൊക്കെ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ബാഗോ ബോക്സോ ബക്കറ്റോ കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. അല്ലാതെ അവിടെ ഇവിടെയും മൂലയിലൊന്നും ഇടാൻ പാടില്ല എന്ന്. കാരണം എന്താ, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും കൃത്യമായിട്ട് അതിനു വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ആ ബാസ്കറ്റോ എന്താണോ ആ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിൽ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, നിക്ഷേപിച്ചിരിക്കണം. ആൻഡ് staffs who collect, handle, dispose or transport soiled linen are at high risk. അതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്നവര് അല്ലെ, ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് ഹാൻഡിൽ ചെയ്യുന്നവര്, കൈകാര്യം ചെയ്യുന്നവര്, അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നവര്, ഡിസ്പോസ് ചെയ്യുന്ന നിർമ്മാർജ്ജനം ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നവര് മുതലായിട്ടുള്ള എല്ലാവരും ഉയർന്ന അപകട സാധ്യതയിലാണ് അല്ലെ. അവർ അപകട സാധ്യതയില്ല, കാരണം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണിത്. അപ്പൊ നല്ല രീതിയിൽ ഹൈജീൻസ് പ്രാക്ടീസ് ചെയ്തില്ല അവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളവരാണ് ഈ പറയുന്ന ജീവനക്കാർ എന്ന് പറയാം. എന്താ പറഞ്ഞത്, സെപ്പറേറ്റഡ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വാർഡുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അപകട സാധ്യതയുള്ളവ ഏതൊക്കെയാണ്, അപകടം വരാൻ സാധ്യത ഇല്ലാത്തവ ഏതാണ് എന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്നു. അതിനുശേഷം എന്താ പറയുന്നത്, പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയിൽ ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ യൂസ് ചെയ്തത് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെ ഒന്നും ഇടാതെ മറിച്ച് എവിടെയായിരിക്കണം, കൃത്യമായിട്ടുള്ള ക്ലിയർലി ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്ന ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. ഇതൊരു ബാഗ് ആവാം, ബക്കറ്റ് ആവാം, ബോക്സ് ആവാം, എന്തുവാം, അതിൽ എന്ത് ചെയ്യണം, അതിൽ മാത്രമേ ഇങ്ങനെയുള്ള ഉപയോഗിച്ചതായിട്ടുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അല്ലാതെ അവിടെ എവിടെയും ഇടാൻ പാടില്ല. ഇനി ഇത് സ്റ്റാഫുകളാണ് ഇത് പോയി കളക്ട് ചെയ്യുന്നത്, അത് ഹാൻഡിൽ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്, അത് ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ അവിടുത്തെ ജീവനക്കാരാണ് അല്ലെ. അപ്പൊ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ജീവനക്കാരാണ്. അവർ എന്ത് ചെയ്യണം, അവർക്ക് ഹൈ റിസ്ക് ഉയർന്ന അപകട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അവരതിൽ എടുത്തിരിക്കണം. ക്ലിയർ ആണോ? ആ ഒരു ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻസ്. ഇനി നോക്കിയേ, എങ്ങനെയാണ് സാനിറ്റൈസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീൻസ്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ക്രോസ് കണ്ടാമിനേഷൻ എവരി വാഷർ ബി സാനിറ്റൈസ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. അപ്പൊ നമുക്ക് ഈ ഒരു ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ഒരിടത്ത് നിന്ന് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് സ്പ്രെഡ് ആയി പോകുന്നതിന് അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുന്നതിനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ മൈക്രോ ഓർഗാനിസംസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നതിനെ തടയുന്നതിന് വേണ്ടി എപ്പോഴും നമ്മുടെ വാഷിംഗ് മെഷീൻസ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അണുനശീകരണം നടത്തിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ആണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇട്ട് വാഷ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. അണുനശീകരണം നടത്തിയതിനു ശേഷമായിരിക്കണം അടുത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ തുണികൾ ഇടാനായിട്ട്. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താണ് വാഷിംഗ് മെഷീൻസ് സാനിറ്റൈസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിരിക്കണം.
ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാവുന്നത് ലിനന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ വിതരണ സംവിധാനം, എങ്ങനെയാണ് ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വിതരണം ചെയ്യുന്നത്. അപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ പ്രോസസ് ചെയ്തു ക്ലീൻ ആയിട്ടാക്കി അല്ലെ, ക്ലീൻ ഉള്ള തുണിത്തരങ്ങളായിട്ട് മാറ്റിയില്ലേ. ഇനി അത് എങ്ങനെയാണ് അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിതരണം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് 3 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിന് നിങ്ങൾ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ AC-യുടെ കാര്യമില്ലേ, AC സെൻട്രലൈസ്ഡ് AC, ഡീസെൻട്രലൈസ്ഡ് AC കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് ഇല്ലേ? ഓക്കെ. അപ്പൊ സെൻട്രലൈസ്ഡ് AC സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സെൻട്രലൈസ്ഡ് AC ആവാ? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും അതൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് വേണം. ആ ഒരു ഹോൾ ഏരിയയെ ആ ഒരു ഒറ്റ ഇതിലായിരിക്കും, അല്ലെ, ഒരു കോമൺ ആയിട്ട് ഒരൊറ്റ AC ആയിരിക്കും. പക്ഷെ ആ മുഴുവൻ ഏരിയയും ആ AC-യിലൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലേ? അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടത്തെയും സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അല്ലെ? നോക്കിയേ, issuing of linen and linen circulation is usually controlled by the central room. ഇവിടെ ലിനൻസ് വിതരണം ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഓരോ യൂസ്ഡ് ആയിട്ടുള്ളത് സ്റ്റോർ ചെയ്യാനുള്ളത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, തുണിത്തരങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി യൂഷ്വലി സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൺട്രോൾ ബൈ സെൻട്രൽ റൂം ആണ്. ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. ആ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും എല്ലാ ഭാഗങ്ങളിലേക്കും തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നത്. കിട്ടിയോ? Then this facilitates a better control over the staff. അപ്പൊ നമുക്കറിയാം ഒരു ഒറ്റ സെൻട്രൽ റൂം അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ജീവനക്കാരെയും നമുക്ക് വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സെൻട്രൽ റൂം മാത്രം ഉള്ളത് കൊണ്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായോ? അത് ഓക്കെ ആണെങ്കിലാണ് അടുത്തത് മിസ്സിന് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് അണ്ടർ ദി സിസ്റ്റം. എങ്ങനെയാണ് നോക്കി, ദ ഡിഫറെന്റ് യൂണിറ്റ്സ് സച്ച് ആസ് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എക്സെട്ര ആർ അലോട്ടഡ് വിത്ത് നീഡഡ് ക്വാർട്ടേഴ്സ് ഓഫ് ലിനൻ ആർട്ടിക്കിൾസ്. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ AC-യുടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള AC എങ്ങനെയാണ്? ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും അല്ലെ. വെരി ഗുഡ്. പർട്ടിക്കുലർ ഏരിയ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു എന്താണ് ഒരു വീടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു റൂമോ ഉള്ള ഒരു ഏരിയ നോക്കാം. അപ്പൊ അവിടെ എന്തായിരിക്കും, സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു സെൻട്രലായിട്ട് ഒരൊറ്റ AC ആയിരിക്കും. അത് ആ ഹോൾ ഏരിയയെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ AC വെക്കാറില്ലേ, സെപ്പറേറ്റ് ചെയ്ത് ഓരോ റൂമുകൾക്ക് വേണ്ടി നമ്മൾ AC വെക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലിനൻ സർവീസ് അല്ലെങ്കിൽ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ പറയുന്നത്. ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിക്കുന്നു. ഇപ്പൊ വാർഡുകള്, ഓപ്പറേഷൻ തിയേറ്റർ മുതലായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ്, അതുപോലെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ്. ഇപ്പൊ ഒരു 4 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. അതിന് താഴത്തെ ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ അവിടെ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഉണ്ടായിരിക്കും. അവിടെ നിന്നായിരിക്കും വിതരണം ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ഫ്ലോറിലുള്ള യൂണിറ്റിൽ നിന്നായിരിക്കും വിതരണം ചെയ്യുന്നത്. തേർഡ് ഫ്ലോറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ അതിൻ്റെതായ അതാത് ചെറിയ ചെറിയ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സെൻട്രലൈസ്ഡ്
എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ റൂമിൽ നിന്നാണ് എല്ലായിടത്തേക്കും ലിനൻസ് വിതരണം ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് യൂണിറ്റുകളായി തിരിച്ചുകൊണ്ട് ആ യൂണിറ്റുകളിൽ ചെറിയ ചെറിയ യൂണിറ്റുകളിൽ നിന്നായിരിക്കും പർട്ടിക്കുലർ ഏരിയയിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ക്ലിയർ ആയോ? രണ്ടെണ്ണം ക്ലിയർ ആണോ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ക്ലിയർ ആണോ? ഓക്കെ. Then next third one ആണ് മിക്സഡ് ലിനൻ സർവീസ്. മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ രണ്ടും വരുന്നുണ്ട് അല്ലെ. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷനും വരുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡും വരുന്നുണ്ട്. എങ്ങനെയാ നോക്കി? The linen supply of certain special areas are done on the basis of ഡീസെൻട്രലൈസേഷൻ. ഇപ്പൊ നമ്മള് വാർഡുകൾ, ഓപ്പറേഷൻ തിയേറ്റർ, ഇവിടെയൊക്കെ ഒരുപാട് തുണികൾ പെട്ടെന്ന് ആവശ്യം വരുന്ന ഏരിയകളല്ലേ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ലിനൻസ് ആവശ്യമായി വരുന്ന സ്പെഷ്യൽ ഏരിയാസിൽ മാത്രം എങ്ങനെയായിരിക്കും ചെറിയ യൂണിറ്റ് ആയിട്ട് തിരിച്ചായിരിക്കും ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് രീതിയിലായിരിക്കും ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. എന്നാൽ ആ സ്പെഷ്യൽ ഏരിയാസ് ഒഴിച്ച് മറ്റ് എല്ലാ ഭാഗങ്ങളിലേക്കും സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ ആയിരിക്കും നടക്കുന്നത്. ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലിനെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യുന്നത്, തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നത്. ചില സ്പെഷ്യൽ ഏരിയകളിൽ മാത്രം ഡിഫറെന്റ് യൂണിറ്റ് ആയിട്ട് തിരിച്ചുകൊണ്ട് ലിനൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. രണ്ട് രീതിയും ഇതിൽ വരുന്നുണ്ട്. രണ്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും മിക്സ് ആയി വരുന്നതാണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയാസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് decentralization, but the rest of the areas follow centralized linen supplies. The linen used in our hospital make a huge effect on the quality of care provided, and every hospital needs to have 6 sets of linen for each bed. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്, മിക്സഡ് ലിനൻ ആവുമ്പോൾ അവിടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചില സ്പെഷ്യൽ ഏരിയാസിൽ മാത്രമേ വിതരണം ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള മൊത്തത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ഏരിയയിലും സെൻട്രലൈസ്ഡ് എന്ന രീതിയിലായിരിക്കും ലിനൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മിക്സഡ് ലിനൻ ആ മൂന്നെണ്ണം ക്ലിയർ അല്ലേ? ഓക്കെ. Then next വരുന്നത് the linen used in our hospital makes huge effect on the quality of care provided. അല്ലെ, ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് അത് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള ഒരു പരിചരണം രോഗിക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. അല്ലാത്ത സമയത്ത് ഈ ലിനൻസ് നല്ലതല്ല എങ്കിൽ അതുവഴി അവർക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും നല്ല ക്വാളിറ്റിയുള്ള സർവീസ് നൽകി നല്ല ക്വാളിറ്റിയുള്ള പരിചരണം നമുക്ക് കൊടുക്കാൻ സാധിക്കാതെയും വരും അല്ലെ. അതുകൊണ്ട് ഈ ലിനൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുണിത്തരങ്ങള് ആ ക്വാളിറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ പരിചരണത്തിൽ വളരെ വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. ഇനി ഓരോ ഹോസ്പിറ്റലും നമ്മുടെ നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഓരോ ഹോസ്പിറ്റലിലും 6 സെറ്റ് ഓഫ് ലിനൻ ഓരോ ബെഡിനും വേണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എത്ര സെറ്റ് വേണം എന്നുള്ളത് 6 സെറ്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട് കേട്ടോ. 6 സെറ്റ്സ് ഓഫ് ലിനൻ ആണ് കേട്ടോ ഒരു ബെഡിന്. ഒറ്റ ഇൻപേഷ്യന്റ് ബെഡിന്, ഒരൊറ്റ ഇൻപേഷ്യന്റ് ബെഡിന് എത്ര സെറ്റ് ഓഫ് ലിനൻസ് വേണം എന്നാ പറയുന്നത്? 6 സെറ്റ് ഓഫ് ലിനൻസ് ആവശ്യമാണ്. മിക്സഡ് ലിനൻ സർവീസ് മനസ്സിലായില്ലേ? മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രലൈസ്ഡ് രീതിയിലും ഡീസെൻട്രലൈസ്ഡ് രീതിയിലുമുള്ള രണ്ട് രീതിയിലുമുള്ള ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അതില് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ചില സ്പെഷ്യൽ ഏരിയാസിന് മാത്രമായിരിക്കും. ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മുതലായിട്ടുള്ള ഏറ്റവും കൂടുതൽ ലിനൻസ് ആവശ്യമായിട്ടുള്ള ഏരിയാസ് നോക്കി, അങ്ങനെയുള്ള സ്പെഷ്യൽ ഏരിയാസ് നോക്കി മാത്രം ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ ലിനൻസ് വിതരണം ചെയ്യുന്നു. അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഏരിയയിലേക്കും സെൻട്രലൈസ്ഡ് രീതിയിലായിരിക്കും ലിനൻസ് വിതരണം ചെയ്യുന്നത്. ക്ലിയർ ആണോ റോസമ്മ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, 6 sets of linen അല്ലെങ്കിൽ റൊട്ടേഷൻ ഫോർ 1 inpatient bed at a time. നോക്കാട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. 6 സെറ്റ് ഓഫ് ലിനൻസ് ആണ് ഒരു ഇൻപേഷ്യന്റ് ബെഡിന് വേണ്ടി വേണ്ടത്. അത്രയും നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിൽ ഒരു സെറ്റ്, 6 സെറ്റ് വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഷീറ്റ് എന്ന് പറയുന്നത്, ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു ഷീറ്റും ഒരു പില്ലോ കവർ, ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും ആണ് അല്ലെ. നമ്മുടെ വാർഡുകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും അല്ലേ നമുക്ക് ആദ്യം തരുന്നത് അല്ലെ. അത് തന്നെ, അതൊന്ന് ആലോചിച്ച് വെച്ചാൽ നമുക്ക് മാറിപ്പോകില്ല കേട്ടോ. ഒരു സെറ്റ് ഓഫ് ലിനൻ എന്ന് പറയുന്നത് ഒരു ഷീറ്റും ഒരു പില്ലോ കവറും ആണ്.
ഇനി അതിന്റെ റൊട്ടേഷൻ എങ്ങനെയാണ് നോക്കി. രണ്ട് ഒരു 6നെ നമുക്ക് 3ആയിട്ട് ഭാഗിക്കാം. ആദ്യത്തെ രണ്ട് സെറ്റ് ഓഫ് തുണിത്തരങ്ങള്. ഇത്രയും 6 സെറ്റിന് വേണ്ടിയാണ് നമ്മൾ ആലോചിക്കുക അല്ലെ. അതിൽ 2 സെറ്റിന് വേണ്ടിയാ 2 sets for wash. എന്തിനു വേണ്ടിയിട്ടാണ്? കഴുകുന്നതിന് വേണ്ടിയിട്ട്. നോക്കിയേ എന്താണ്? 1 bed sheet on the way to the laundry while 1 sheet already in laundry's washing cycle. എന്താ അവിടെ പറയുന്നത്? 2 sets of wash എന്ന് പറയുന്നത് ഒരെണ്ണം നമ്മൾ ലോണ്ട്രിയിലേക്ക് വാഷ് ചെയ്യാൻ കൊണ്ടുപോകുകയാണ്. Clear ആയോ? Then while 1 sheet already in laundry's washing cycle, മറ്റൊരെണ്ണം എന്ത് ചെയ്യുന്നു? ലോണ്ട്രിയുടെ വാഷിംഗ് സൈക്കിളില് കിടക്കുകയാണ്. രണ്ടെണ്ണം എന്താണ്? വാഷ് ചെയ്യുന്നതിന് വേണ്ടി. അത് മനസ്സിലാക്കാം. കഴുകുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ വീടുകളില് നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്തു? മുഷിഞ്ഞതൊക്കെ മാറ്റി മുഷിഞ്ഞത് മാറ്റി പുതിയത് വിരിച്ചിട്ട് നമ്മൾ ഒരെണ്ണം ലോണ്ട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് കൊണ്ടുപോകും. ഒരെണ്ണം. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് ഓൾറെഡി നമ്മുടെ മെഷീനിൽ കിടന്ന് പ്രോസസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് 2 സെറ്റ് ഓഫ് വാഷ് 2 sets of wash for wash എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 2 സെറ്റ് ഫോർ വാഷ് എന്ന് പറയുന്നത് ഒരെണ്ണം ലോണ്ട്രിയിൽ നിന്ന് ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. ഒരെണ്ണം ഓൾറെഡി ലോണ്ട്രിയുടെ വാഷിംഗ് സൈക്കിളിൽ കിടക്കുകയാണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ റിപ്ലേസ് ചെയ്തേ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2 sets in use. രണ്ടെണ്ണം ഉപയോഗത്തിനായിട്ട്. 1 bed sheet should ready be on the bed while 1 should be ready to be used. ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു? ബെഡില് വിരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മൂന്നാമത്തതായിട്ടോ ഒരെണ്ണം ബെഡിൽ വിരിച്ചിട്ടുണ്ടാവും. ഒരെണ്ണം എപ്പോഴാണോ ആ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് ചീത്തയാവുന്നത് അല്ലെ, അപ്പോൾ തന്നെ വിരിക്കാനായിട്ട് അടുത്തൊരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ രണ്ടെണ്ണം ആയില്ലേ? രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. നമ്മുടെ വീട്ടിലെ നമ്മുടെ ബെഡിന്റെ കാര്യം, ബെഡ്ഷീറ്റ് വിരിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരെണ്ണം നമ്മൾ ഓൾറെഡി മുഷിഞ്ഞതൊക്കെ മാറ്റി അല്ലെ, മുഷിഞ്ഞ ഒരെണ്ണം മാറ്റി നമ്മൾ വൃത്തിയുള്ള ഒരെണ്ണം നീറ്റായിട്ടുള്ള ഒരെണ്ണം വിരിച്ചു. അപ്പൊ മുഷിഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാഷിംഗ് സൈക്കിളിൽ വേണ്ടി ആ വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഓൾറെഡി ഒരെണ്ണം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടെണ്ണമായി അല്ലെ. ഓൾറെഡി മൂന്നാമത്തത് ഇതാ ആ ബെഡില് വിരിച്ചിരിക്കുന്നത് മൂന്നാമത്തതാണ് അല്ലെ. ഇനി ഈ ബെഡില് വിരിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും കറകളോ അല്ലെങ്കിൽ വെള്ളമോ കാര്യങ്ങളോ ഒക്കെ വീണാല് നമ്മൾ ഉടനെ പുതിയൊരെണ്ണം അടുത്തതൊരെണ്ണം എന്താണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വിരിക്കാനായിട്ട് അല്ലെ. അതാണ് 4ാമത്തെ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ 2 സെറ്റ് വീതം പറഞ്ഞത് 2 sets for washും 2 sets in useും മനസ്സിലായല്ലോ. Then നെക്സ്റ്റ് വരുന്നത് 2 sets in stock. നമുക്ക് ഈ ഒരു 4 ബെഡ്ഷീറ്റിൽ അത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നേരം സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ലേ അല്ലെ? ബെഡ്ഷീറ്റുകളെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ലേ? അതുപോലെ 2 സെറ്റ് എന്ത് ചെയ്യണം? എപ്പോഴാണോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ വരുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി 2 സെറ്റ് സ്റ്റോക്ക് ആയിട്ട് വെക്കുകയും വേണം. അതാണ് 6 സെറ്റ് ഓഫ് ലിനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഇൻപേഷ്യന്റ് ബെഡുകൾക്കും ഈ പറയുന്ന 6 സെറ്റ് ഓഫ് ലിനൻസ് ആവശ്യമാണ്. ക്ലിയർ ആണോ? റൊട്ടേഷൻ. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ചലഞ്ചസ്. എന്തൊക്കെയാണ് ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? The laundry department faces some major challenges. പ്രധാനമായിട്ടും ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിന് ഫസ്റ്റ് വൺ എങ്ങനെയാണ്? ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ് അല്ലെ. ലോണ്ട്രിയിൽ നിന്ന് ചിലപ്പോൾ ലോണ്ട്രിയിലെ സ്റ്റാഫുകളാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാനൊക്കെ ഇടുന്ന സമയത്ത് ചില തുണിത്തരങ്ങൾ എന്ത് ചെയ്യാം? മോഷണം പോവാം അല്ലെ, നഷ്ടപ്പെടാലോ അല്ലെ. അതൊരു വെല്ലുവിളിയാണ്. ദെൻ രണ്ടാമത്തതായിട്ട് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ HAI. എന്താ? നല്ല രീതിയിൽ ലിനൻസ് പ്രോസസ് ചെയ്തില്ല എങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. 6 സെറ്റ്സ് ഒന്നുകൂടി പറഞ്ഞു തരണോ? ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. Third one നോക്കി, lack of well defined laundry hygiene process. ഇനി എന്താ? അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് എങ്ങനെയാണ് ലോണ്ട്രി ഹൈജീൻസ് അല്ലെങ്കിൽ ശുചിത്വങ്ങൾ പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സോ കാര്യങ്ങളോ ഉണ്ടാകാതെ വരുന്നത് അല്ലെ. നല്ല നന്നായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ശുചിത്വ പ്രക്രിയയുടെ അഭാവം
അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ശുചിത്വ പ്രക്രിയ അവിടെ നടക്കുന്നില്ല. അത് ജീവനക്കാർക്ക് അതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള ലോണ്ടറി സർവീസ് നടത്താൻ പറ്റാതെ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, ഹൈ കോസ്റ്റ് അല്ലെ, ഉയർന്ന ചിലവ് വരുന്നത് ഒരു വെല്ലുവിളിയാണ്. ലാസ്റ്റ് വൺ എന്താ, ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. അവിടെ ലോണ്ടറിയിൽ ഉപയോഗിക്കുന്ന മെഷീൻസ് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ അതും ഇതിന്റെ ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളിൽ വരുന്നതാണ്. ഏതൊക്കെയാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത് പറഞ്ഞ എന്താ, തുണിത്തരങ്ങള് ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മോഷണം പോകുകയോ ചെയ്യാം. രണ്ടാമത് പറഞ്ഞത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത് പറഞ്ഞത് വളരെ നല്ല നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ശുചിത്വ പ്രക്രിയയുടെ അഭാവം, നല്ല രീതിയിൽ അവിടെ ജീവനക്കാർക്ക് എങ്ങനെ ഹൈജീനിക് പ്രോസസ്സ് ചെയ്യണം എന്ന രീതിയിലുള്ള അറിവുകൾ കൊടുക്കാത്തത് കൊണ്ട് അതിന്റെ ലാക്ക് അല്ലെങ്കിൽ അഭാവത്തില് നല്ല രീതിയിലുള്ള സർവീസുകൾ നടത്താതെ വരിക. നെക്സ്റ്റ് ഹൈ കോസ്റ്റ്, ഉയർന്ന ചിലവ് വരുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ലോണ്ടറി മെഷീൻസ് ബ്രേക്ക് ഡൗൺ ആയി പോകുക അല്ലെങ്കിൽ തകരാറ് സംഭവിക്കുന്നതും ഈ പറയുന്ന എല്ലാം ഏതാണ്, ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. ക്ലിയർ ആണോ? ചലഞ്ചസ് ക്ലിയർ ആണോ? ഓക്കെ, ഈ ആ ഒരു റൊട്ടേഷൻ നോക്കാം കേട്ടോ. റൊട്ടേഷനില് രണ്ട് സെറ്റ് എന്ന് പറയുന്നത് കഴുകുന്നതിന് വേണ്ടി, അതായത് ഒരു നമ്മുടെ വീടുകളിൽ മിസ് പറഞ്ഞ പോലെ തന്നെ വീടുകളിലൊക്കെ ആദ്യം ആലോചിച്ചാൽ നമ്മൾ മുഷിഞ്ഞതായിട്ടുള്ള ബെഡ്ഷീറ്റ് നമ്മൾ മാറ്റില്ലേ. അപ്പൊ മുഷിഞ്ഞതായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോകും. അതൊരെണ്ണം. രണ്ടാമത്തത് വാഷ് ചെയ്യാനായിട്ട് ഓൾറെഡി നമ്മൾ ഒരെണ്ണം മെഷീനിൽ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരെണ്ണം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരെണ്ണം വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ രണ്ടെണ്ണമായില്ലേ. ഇനി മൂന്നാമത്തത് ഏതാ, ബെഡിൽ ഓൾറെഡി വിരിച്ചിരിക്കുന്നത്. നാലാമത്തതോ, ബെഡില് എന്തെങ്കിലും ആ വിരിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും കറകളോ അല്ലെങ്കിൽ വെള്ളമോ കാര്യങ്ങളൊക്കെ വീഴാണെങ്കിൽ നമ്മൾ ഒരെണ്ണം കൂടി വിരിക്കാൻ വേണ്ടിട്ട് അടുത്തത് വിരിക്കാനായിട്ട് ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവില്ലേ. അതാണ് നാലാമത്തതായിട്ട് പറയുന്നത്. അഞ്ചാമത്തതായിട്ടും ആറാമത്തതായിട്ടും രണ്ടെണ്ണം എന്താണ്, സ്റ്റോക്ക് ആയിട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചത്? അഫ്സീന, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ പഠിച്ച ഒരു പോയിന്റുകൾ തന്നെയാണ് കേട്ടോ. ദ ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസസ് ആർ ദസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് സേഫ്, ക്ലീൻ, ആംബിൾ ആൻഡ് ടൈംലി ആപ്ലിക്കേഷൻ ഓഫ് ലിനൻ ടു യൂസർ യൂണിറ്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് ക്വാളിറ്റി ആൻഡ് റൈറ്റ് പ്ലേസ്. എന്താ ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്? എന്തിന് ഉത്തരവാദിത്തമുള്ള ആളുകളാണ്? വളരെ സുരക്ഷിതവും വൃത്തിയുള്ളതും സമൃദ്ധവും അതുപോലെ വളരെ സമയബന്ധിതവുമായിട്ട് തുണിത്തരങ്ങൾ എന്ത് ചെയ്യണം, ക്ലീൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ, അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൃത്യസമയത്ത് സ്ഥലത്ത് കൃത്യമായ ശരിയായ അളവിലും എന്ത് ചെയ്യണം, എത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. അല്ലെ, നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് ആണ് അല്ലെ. എവരി ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദ എയിം ഓഫ് മേക്കിംഗ് ഷുവർ ദാറ്റ് their patients are comfortable and ultimately that they are safe and healthy. ഏതൊരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഹോസ്പിറ്റലുകളുടെയും എല്ലാവരുടെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന പേഷ്യൻസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് തിരിച്ചു പോകണം അല്ലെ. അതുപോലെ തന്നെ ആത്യന്തികമായിട്ട് that they are safe and healthy. ഇവിടെ വരുന്ന പേഷ്യൻസ് ഒരിക്കലും മറ്റെന്തെങ്കിലും രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്താ അൺകംഫർട്ടബിൾ ആയിട്ടോ ഒന്നും പോവാൻ പാടില്ല. വരുന്ന പേഷ്യൻസ് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് പോവുക, അതുപോലെ അവിടെ സുരക്ഷിതവും അതുപോലെ ആരോഗ്യമുള്ളവരുമായിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവുക എന്നതാണ് ഏതൊരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം എന്താ, അവർക്ക് സുരക്ഷിതമായിട്ടുള്ള വൃത്തിയുള്ള ലിനൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുകയും അതുവഴി അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയ കേട്ടാ. ക്ലിയർ ആണോ? എളുപ്പമുള്ള ഒരു ചാപ്റ്റർ അല്ലേ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ ഈ ചാപ്റ്റർ? ഹൗസ് കീപ്പിംഗ് ഒക്കെ പോലെ. സെൻട്രലൈസ്ഡോ
സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും, അതായത് ഒരൊറ്റ റൂം, ഒരു സെൻട്രൽ റൂം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒരു റൂം ഉണ്ടായിരിക്കും. ആ ഒരു റൂമിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, തുണിത്തരങ്ങള് വിതരണം ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഏരിയയിലേക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റല് ഒരു സെൻട്രൽ റൂം ഉണ്ടെങ്കിൽ ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും ആ ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗങ്ങളിലേക്കും തുണിത്തരങ്ങള് വിതരണം ചെയ്യുന്നത്. ക്ലിയർ ആയോ നവ്യ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, എന്താണ് അറിയിക്കുക? മാർക്കറ്റിംഗ് ചാപ്റ്ററിന്റെ അല്ലേ? ഓക്കെ, അത് നെക്സ്റ്റ് നമുക്ക് വെള്ളിയാഴ്ച മിസ്സിന് ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. അന്ന് റിവൈസ് ചെയ്യാണ് നമ്മള്. റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് റിവിഷൻസ് എടുക്കും. അതിന്റെ കൂടെ മിസ് ആ ഒരു ചാപ്റ്ററിന് എടുക്കുമ്പോ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ചോദിച്ചാൽ മതി കേട്ടോ. എന്താണ് പറയുന്നത്? കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? കേട്ടോ? അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ നമ്മുടെ സമയം കഴിയാറായില്ലേ? അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ വെള്ളിയാഴ്ച മിസ് വരുന്ന സമയത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ. പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ഓക്കെ